അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ? ഇപ്പൊ നീയല്ലേ എന്റെ മണിക്കുട്ടി. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഒരു കൈയിൽ നന്മക്കുടമേന്തി മറുകയിൽ തിന്മക്കുടമേന്തി വെള്ളിച്ചിറകു വീശി നാടു കാണി മേടിറങ്ങി. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. മലമടങ്ങിലെ ഗ്രാമക്കരയിൽ വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ വേളയിൽ. മലമടങ്ങിലെ ഗ്രാമക്കരയിൽ വന്നവൾ മന്ത്രമോദി കുടമൊഴിഞ്ഞ വേളയിൽ. മുന്നിലെമ്പാടും പൊരുളായിരം വന്നു മാളോരും വില പേശുവാൻ. മുന്നിലെമ്പാടും പൊരുളായിരം വന്നു മാളോരും വില പേശുവാൻ. അഹന്തയും അസൂയയും സുഖങ്ങളും ഗുണങ്ങളും നിരന്നു വേഷം മാറി. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. പെരുമത്തളികയും മോഹമഹിമ കിളികളും വില കൊടുത്തു പലരെടുത്തു കൊണ്ടുപോ. പെരുമത്തളികയും മോഹമഹിമ കിളികളും വില കൊടുത്തു പലരെടുത്തു കൊണ്ടുപോ. സ്നേഹത്തേൻ തൂവൽ വെൺതാമരം ആരും വാങ്ങാത്ത വേണ്ട പൊരുൾ. സ്നേഹത്തേൻ തൂവൽ വെൺതാമരം ആരും വാങ്ങാത്ത വേണ്ട പൊരുൾ. കുരുന്നിളം മനങ്ങളിൽ കുടഞ്ഞു മന്ത്രമോഹിനി മറഞ്ഞു മായാജാലം. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഒരു കൈയിൽ നന്മക്കുടമേന്തി മറുകയിൽ തിന്മക്കുടമേന്തി വെള്ളിച്ചിറകു വീശി നാടു കാണി മേടിറങ്ങി. കുണുകുണുങ്ങിത്തുഴയും മഴമിഴുങ്ങിയും പണ്ട് കൊതിയുറഞ്ഞ മലയിൽ ഒരു മന്ത്രമോഹിനി. ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക്. ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ടും ആക്കിക്കോളൂ ട്യൂഷൻ. കുറുമ്പ് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. വിത്ത് പ്ലഷർ. വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ. ഓ യെസ്.
സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് പൈസേ. ടീച്ചർ ഇരുന്നതിന് ശേഷം മാത്രം ഇരിക്കുക. അണ്ടർസ്റ്റാൻഡ്? ആ Sit down. Okay then. We will start with our lessons. 1 plus 1 is equal to. Then 2 plus 2 is equal to. 3 plus 2 is equal to. Then 4 plus 4 is equal to. Then 5 plus 5 is equal to. Then 6 plus 6. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എഴുതിയോ? നോക്കട്ടെ. ഷോ മീ. ഷോ. ഡ്രൈവർ അങ്കിൾ, വാ. ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ ഡ്രൈവർ അങ്കിളെ? എന്താ മോളെ? ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന്. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല? ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോന്നത്. എവിടെ? അങ്കിളിന്റെ നാട്ടില്. അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന്. ഓ അതോ, അത് ഈ വെക്കേഷൻ അല്ലല്ലോ, വലിയ വെക്കേഷൻ അല്ലേ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത്. വേണ്ട കേട്ടോ, ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ബെല്ലടിച്ചു. മോളിപ്പോ ക്ലാസ്സിൽ പോ, അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവല്ലോ? ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ലും. ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ? പ്രോമിസ്? ഗീതു, വരൂ. കാറി കയറൂ. ഞാൻ സ്കൂൾ ബസ്സിൽ വരാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കാറി കയറൂ. വല്യച്ഛാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ, അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത്. നല്ല വല്യച്ഛനല്ലേ? ആ, എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത്, ആഹാ. മനസ്സിലായോ? ആ, എന്നാ പോക്കോ. ഡ്രൈവർ, വണ്ടി എടുക്ക്. ഗീതു മോളെ കണ്ടില്ലല്ലോ. ആ ഭാസ്കര പിള്ള പറഞ്ഞുണ്ട് കാറില്. അയാൾ കൊണ്ടുപോയി കാണും. യാത്ര പോലും പറയാതെ പോയി മോള്. വെക്കേഷൻ അല്ലേ. ആ, താൻ വണ്ടി വിട്. പോയെങ്കി പോട്ടെ, താൻ വണ്ടി വിട്. നീ മോളെ വിളിക്കാൻ പോയില്ലേ? ആ, പോയിട്ടാ വരുന്നത്. അവള് സ്കൂൾ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. അതിന് ബസ് ഇപ്പൊ തന്നെ ഇതുവഴി പോയല്ലോ. നീ വിളിക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയതുമില്ല. ഓഹോ, അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാണ്. എവിടെ ഫോൺ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായി കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ ഇത്ര ദണ്ണപ്പെടുന്നത്? അവൻ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കട്ടെ. നീ എന്റെ ഹെയർ ഡേ വാങ്ങിച്ചോണ്ട് വന്നു. ഹെയർ ഡൈ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം. ഒന്നുട്ടെ. അയ്യോ, അവന്റെ ഒരു ചേനക്കാരി. അയ്യോ, തെറി. അപ്പൊ ഇനി അവധി കഴിഞ്ഞിട്ട് കാണാം. ഓ നന്ദ, ഓ കുറച്ച് കൂവപ്പടി കൊണ്ടുവരാന്ന് പറഞ്ഞ് മറക്കില്ലല്ലോ. കമത്താത്തിയേ, എന്താ ഇത് ഓപ്പിടി കഴിച്ച് വയസ്സാകാലത്ത് സൗന്ദര്യം വെപ്പിക്കാൻ പോണേ? ഓ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ചക്ക ഒരു കുറവ്? നീ മറക്കാതെ ആ സാധനം കൊണ്ടുപോയി. മറക്കില്ല പോരെ. ഡ്രൈവർ അങ്കിൾ, ഇത് മോളെ ഞാനിവിടെ ഒളിച്ചിരിക്കായിരുന്നു. മോള് നല്ല പണിയായി കാണിച്ച്. എന്താ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല, അങ്കിളിനോട് വരാൻ പോവാ. അയ്യോ, മോളെ കൊണ്ടുപോയാ മോളുടെ ഡാഡിയും മമ്മി അങ്കിളിനെ വഴക്ക് പറയില്ലേ? ഡാഡി മമ്മി അറിയില്ലല്ലോ. അവര് മോളെ അന്വേഷിക്കില്ലേ? എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞതോ? അത്
മോളുടെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ടില്ലേ? അതിന് ഡാഡിയും മമ്മിയും പിണക്കുവാ. വാ അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ അങ്കിളിന്റെ കൂടെ നാട്ടിലേക്ക് വരും. ഗീതുമോള് നല്ല കുട്ടിയല്ലേ, അങ്കിളുടെ മോളല്ലേ. അങ്കിൾ പറയുന്നേക്ക്. ഇനി ഒരിക്കൽ മോൾ അങ്കിൾ കൊണ്ടുപോവാ. വാ. വേണ്ട, അങ്കിൾ പ്രോമിസ് പറഞ്ഞല്ലേ. ഇപ്പൊ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും. ഗീതുമോളെ ഇങ്ങനെ വാശി പിടിച്ചാലോ? വേണ്ട, അങ്കിളല്ലേ പറഞ്ഞ എല്ലാരും കാത്തിരിക്കുന്നു. അമ്മയും അപ്പൂപ്പനും മണിക്കുട്ടിയുടെ അമ്മയൊക്കെ ഇതുപോലെ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? ഗീതുമോളെ മോളെ അങ്കിൾ ഒന്ന് പറയട്ടെ. പ്രൈവറ്റ് എന്തൊക്കെ എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ഗീതുമോളെ എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? പ്രോമിസ്. ഹായ്, എന്ത് ഭംഗിയാ. മോക്ക് ഇഷ്ടമായോ? ഈ പുഴയുടെ അടിയിൽ എന്താ ഉണ്ടാവുക? വെള്ളം. അതിന്റെ അടിയില്? അതിന്റെ ഇടയിൽ വെള്ളം. ഏറ്റവും അടിയില്? ഏറ്റവും അടിയിലും വെള്ളം. വെള്ളം ഇല്ലാത്ത അടിയില്? വെള്ളം ഇല്ലാത്ത അടിയിൽ അയ്യോ മോളെ ബാഗ് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ വെള്ളം ഇല്ലാത്തതിന്റെ അടിയില് ബാഗ് ഉണ്ടാവല്ലോ. അത് പോത്ത് വയറ് നിറഞ്ഞപ്പോ നീരാട്ടിന് അമേരിക്ക എല്ലാം കൂടെ. അത് കുട്ടികൾ. പോത്തിന്റെ മക്കളാ? പോത്തിന്റെ മക്കളല്ല, കരുമാടി കുടുംബം. അമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചങ്ങാതികളാ. ഇനിയിപ്പോ മോളിലെയും ചങ്ങാതികളാവും അവറ്റകള്. മരുത് പാൽക്കാരൻ മാരിയപ്പന്റെ മോനാ. ഇത് ആരുന്നുണ്ടെന്നേ? ഇതാണ് എന്റെ വാലാട്ടിക്കളി. പട്ടണത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക്. ഞങ്ങള് നാട് കാണാൻ ഇറങ്ങിയതാ അല്ലേ മോളെ? അടെ, ഇത് എന്നെ കഴുത്തിലെ വാല്. ഇത് വാലല്ല, എന്റെ കയ്യാ. ചുമ്മാ ഇത്തവണ മഴ നേരത്താണെന്ന് തോന്നുന്നു. കിഴക്ക് കാറ് കാണുന്നുണ്ട്. ശരിയാ മുത്തശ്ശ. മോളേതാ? ഞാൻ ഗീതുവാ. മോളിങ്ങി വന്നേ, ഇങ്ങി വന്നേ. അനന്ത വന്നുവല്ലോ. ഏതായി കുട്ടി? എന്റെ കൂടെ വന്നതാ. എവിടുത്തെ നന്ദ? ആ അമ്മ മറന്നു. കഴിഞ്ഞ ഓണം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്കൂളില്. ഉവ്വ് ആ മോളാ ഇത്? എന്റെ കൂടെ പോരണം ഒരേ വാശി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു അല്ലേ മോളെ? ഞങ്ങള് തോണിയിലാ വന്നത്. അതെയോ? വികൃതി മോള്. ഇങ്ങോട്ട് വന്നേ. അറിയോ ഞങ്ങളെയൊക്കെ? അമ്മ. അവക്ക് എല്ലാരും അറിയാം. ഇതാരാ മോളെ? ഇത് മുത്തശ്ശൻ. നല്ല മോള്, നല്ല മോളെ. ചേച്ചി എവിടെ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. അവധിയാ